Today we are going to discuss problems on Darcy-Weisbach equation and Chezy's formula. Here it is the first question for you. A cast iron pipe 15 cm diameter and 415 meters long connects two reservoirs. If the difference of water level in the two reservoirs is 29 meters, find the discharge through the pipe. Ignore all other losses except friction. Take F is equal to 0.01. ഈ ഒരു ക്വസ്റ്റ്യനില് പൈപ്പിലൂടെയുള്ള ഡിസ്ചാർജ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. സോ ഫസ്റ്റ് വി ക്യാൻ റൈറ്റ് ഗിവൻ ഡാറ്റ. Diameter D is equal to 15 cm, that is 0.15 meter. Length L is equal to 415 meters. HF നോക്കൂ, രണ്ട് റിസർവോയറുകൾ തമ്മിലുള്ള വാട്ടർ ലെവൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 29 മീറ്റേഴ്സ് ആണ് തന്നിട്ടുണ്ട്. That is HF is equal to 29 meter and coefficient of friction, that is Darcy's coefficient of friction, F is equal to 0.01. Okay. So ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. നമ്മൾ ഡാർസിസ് വീസ്ബാക്ക് ഇക്വേഷൻ പ്രകാരം HF-ന് ഒരു എക്സ്പ്രഷൻ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ HF-ന് ഡിസ്ചാർജ് ക്യൂവിലുള്ള ഒരു ഇക്വേഷനും പഠിച്ചിട്ടുണ്ട്. സോ ആദ്യം ഡാർസിസ് വീസ്ബാക്ക് ഇക്വേഷൻ, ഒരു സർക്കുലർ പൈപ്സിന്റെ കേസിലുള്ള ഡാർസിസ് വീസ്ബാക്ക് ഇക്വേഷൻ ഉപയോഗിച്ച് എങ്ങനെ ഡിസ്ചാർജ് കണ്ടുപിടിക്കാം എന്ന് നോക്കാം. നമ്മുടെ ഇക്വേഷൻ HF is equal to 4FL V square by 2GD. നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. HF 29 which is equal to 4 into F 0.01 into L 450 into V square divided by 2 into G 9.81 into diameter 0.15. നമുക്ക് ഈ ഒരു എക്സ്പ്രഷനിൽ വെലോസിറ്റി മാത്രമാണ് അറിയാത്തത് അല്ലേ? സോ നമുക്ക് V സ്ക്വയർ കണ്ടെത്താൻ കഴിയും. സോ ഈ ഒരു എക്സ്പ്രഷനിൽ നിന്ന് V സ്ക്വയർ is equal to 4.7415 എന്ന് കിട്ടുന്നു. V സ്ക്വയറിന്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ V is equal to 2.177 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടുന്നു. നമുക്കറിയാലോ ഡിസ്ചാർജ് Q is equal to എന്താണ്? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻറ്റു വെലോസിറ്റി. സർക്കുലർ പൈപ്പ് അല്ലേ, ഏരിയ എന്തായിരിക്കും? പൈ ബൈ 4 d സ്ക്വയർ. Then we can write instead of area pi by 4 d square d, diameter എന്ന് പറയുമ്പോൾ 0.15, so 0.15 square into velocity ഇപ്പോൾ കണ്ടെത്തി വെച്ചിട്ടുണ്ട് 2.177 which is equal to 0.038 meter cube per second. രണ്ടാമത്തെ രീതിയിൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ ഹെഡ് ലോസിനെ ഡിസ്ചാർജിലുള്ള ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുത്തിരുന്നു. ആ ഒരു ഇക്വേഷൻ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. HF is equal to FL Q square divided by 3D raised to 5. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. HF 29 which is equal to F 0.01 into length 450 into Q square divided by 3 into D 0.15 raised to 5. ഈ ഒരു എക്സ്പ്രഷനിൽ നിന്ന് Q സ്ക്വയർ ഈക്വൽ ടു 1.468 ഇൻറ്റു 10 റൈസ് ടു -3 എന്ന് കിട്ടുന്നു. ഫ്രം ദിസ് റൂട്ട് എടുക്കുന്നതിലൂടെ Q is equal to 0.038 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്ന് കിട്ടുന്നു. സോ നിങ്ങൾക്ക് ഏത് രീതിയിലും വേണമെങ്കിൽ ചെയ്യാം. ചിലപ്പോൾ ചിലവർക്ക് ക്യൂവിലുള്ള HF-ന്റെ ഇക്വേഷൻ അറിഞ്ഞിരിക്കണമെന്നില്ല. അത്തരം സാഹചര്യങ്ങളിൽ ഈ ഒരു രീതിയാണ് ഫോളോ ചെയ്യേണ്ടത്. Here it is the second question for you. Water flows through a pipe 15 cm diameter, 300 meter long with a velocity of 2.4 meter per second. Find the head loss in friction. Using Darcy's formula. രണ്ടാമത്തെ question using Chezy's formula. Take F is equal to 0.01. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ഹെഡ് ലോസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഹെഡ് ലോസ് ഡാർസീസ് വീസ്ബാക്ക് ഇക്വേഷൻ വഴിയും കണ്ടുപിടിക്കണം, അതുപോലെ ചെസീസ് ഫോർമുല വഴിയും കണ്ടുപിടിക്കണം. സോ ആദ്യം ഗിവൺ ഡാറ്റ എടുത്തെഴുതാം. ഡയമീറ്റർ D is equal to 15 cm ആണ്, that is 0.15 meter. ലെങ്ത് L is equal to 300 meter ആണ്. വെലോസിറ്റി 2.4 meter per second ആണ് തന്നിട്ടുണ്ട്. കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ F is equal to 0.01 ആണെന്ന് തന്നിട്ടുണ്ട്. സോ നമുക്ക് ഫസ്റ്റ് ഡാർസീസ് ഫോർമുല ഉപയോഗിച്ചിട്ട് ഹെഡ് ലോസ് കണ്ടുപിടിക്കാം. എന്താണ് സർക്കുലർ പൈപ്സിന്റെ കേസിലുള്ള ഡാർസീസ് ഫോർമുല? HF is equal to 4FL V square by 2GD. നമുക്ക് എപ്പോഴും പ്രോബ്ലംസിൽ ഈ ഒരു ഇക്വേഷൻ ആണ് HF is equal to 4FL V square by 2GD എന്നുള്ള
ഒരു എക്സ്പ്രഷൻ ആണ് ആവശ്യമായിട്ട് വരുന്നത്. കാരണം നമ്മൾ സർക്കുലർ പൈപ്സിലൂടെയാണ് വാട്ടർ യൂഷ്വലി കൺവേ ചെയ്യുന്നത്. ഓക്കെ, then HF is equal to വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 4 into F 0.01 into L 300 into velocity 2.4 divided by 2 GD 2 into 9.81 into diameter 0.15. Okay, then we are obtaining head loss due to friction by using Darcy's formula is equal to 23.486 meter. ഹെഡ് ലോസിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ചെസീസ് ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്ക് ഹെഡ് ലോസ് കണ്ടുപിടിക്കണം. എന്താണ് ചെസീസ് ഫോർമുല? ചെസീസ് ഫോർമുല നമുക്ക് വെലോസിറ്റിക്കുള്ള എക്സ്പ്രഷൻ ആണ് തരുന്നത്. V is equal to C into root of mi. ഇതിൽ C എന്താണ്? ചെസീസ് കോൺസ്റ്റന്റ് ആണ്. M എന്താണ്? ഹൈഡ്രോളിക് മീൻ റേഡിയസ് അല്ലെങ്കിൽ ഹൈഡ്രോളിക് മീൻ ഡെപ്ത്. I എന്താണ്? ഹൈഡ്രോളിക് ഗ്രേഡിയന്റ്. I is equal to എന്തായിരുന്നു? HF by L. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? നെക്സ്റ്റ് ചെയ്യേണ്ടത് ഈ ഒരു ഇക്വേഷനെ ചെസീസ് ഫോർമുല സ്ക്വയർ ചെയ്യുന്നു. Then we are obtaining V square is equal to C square mi. ഇതിൽ നിന്നും I ക്ക് ഒരു എക്സ്പ്രഷൻ കണ്ടെത്തുന്നു. V square divided by C square m. സോ ഇപ്പോൾ നമുക്ക് I ക്ക് രണ്ട് ഇക്വേഷൻ ഉണ്ട്. I is equal to HF by L ഉം I is equal to V square divided by C square m ഉം. രണ്ട് ഇക്വേഷൻസ് നമ്മൾ എന്ത് ചെയ്യുക? ഇക്വേറ്റ് ചെയ്യുക. Then we are obtaining HF by L is equal to V square by C square m. From this, HF is equal to V square L divided by C square m. So, നമുക്ക് HF ന് ഒരു എക്സ്പ്രഷൻ കിട്ടിയിട്ടുണ്ട്. V square L divided by C square m. ഇതില് V എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആണ്. വെലോസിറ്റിയുടെ വാല്യൂ 2.4 മീറ്റർ പെർ സെക്കൻഡ് ആണ് തന്നിട്ടുണ്ട്. L ലെങ്ത് ആണ് 300 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. M ഹൈഡ്രോളിക് മീൻ റേഡിയസ് ആണ്. സർക്കുലർ പൈപ്സിന്റെ കേസിൽ ഹൈഡ്രോളിക് മീൻ റേഡിയസ് D/4 ആയിരിക്കും. സോ ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഹൈഡ്രോളിക് മീൻ റേഡിയസ് M is equal to D/4 which is equal to 0.15 divided by 4 which is equal to 0.035 meter. ഓക്കെ, ഈ ഒരു എക്സ്പ്രഷനിലെ C എന്ന് പറയുന്നത് ചെസീസ് കോൺസ്റ്റന്റ് ആണ്. ചെസീസ് കോൺസ്റ്റന്റിന്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. സോ നമ്മൾ സിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, ഡാർസീസ് വീസ്ബാക്ക് ഇക്വേഷന്റെ ഡെറിവേഷനിൽ നമ്മൾ എഫ് ഡാഷിന് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിരുന്നു. എഫ് ഡാഷ് എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് അറ്റ് യൂണിറ്റ് ഏരിയ അറ്റ് യൂണിറ്റ് വെലോസിറ്റി ആയിരുന്നു. എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു FW/2G. ഇതിൽ നിന്നും W by F dash is equal to എന്താണ് വരിക? 2G/F. നമ്മുടെ ചെസീസ് ഫോർമുലയിലെ ചെസീസ് കോൺസ്റ്റന്റ് C യുടെ എക്സ്പ്രഷൻ എന്തായിരുന്നു? റൂട്ട് ഓഫ് W/F dash അല്ലേ? സോ W/F dash ന് പകരം നമുക്ക് 2G/F എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. which is equal to C is equal to root of 2G/F. ഓക്കെ, യുടെ വാല്യൂ നമുക്ക് അറിയില്ലേ? എഫിന്റെ വാല്യൂ നമുക്കറിയാം. ദെൻ നമുക്ക് ചെസീസ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാം. C is equal to root of 2 into G 9.81 divided by F 0.01 which is equal to we are obtaining Chassis constant as 43.75. Chassis constant ഒരു കോൺസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ അതിന് യൂണിറ്റ് ഉണ്ടായിരിക്കുകയില്ല. ഓക്കെ, so we can apply in the expression HF is equal to V square L by C square m. V square എന്താണ്? 2.4 square into 300 divided by Chassis constant 43.75 square into hydraulic main radius m ന്റെ വാല്യൂ എത്രയാണ് കണ്ടുപിടിച്ചിട്ടുണ്ട്? 0.035 which is equal to 25.79 meter. Okay, so Chassis formula വഴി നമുക്ക് കിട്ടിയിട്ടുള്ള HF ന്റെ വാല്യൂ ആണ് 25.79 meter. Darcy's formula വഴി നമുക്ക് കിട്ടിയിട്ടുള്ള HF ന്റെ വാല്യൂ ആണ് 23.486 meter. Third question, a 2 kilometer long water main has to carry a discharge of 0.5 meter cube per second. If the maximum allowable loss of head due to friction is 25 meter, find the minimum diameter required. Use Darcy's equation. Assume F is equal to 0.008. Neglect minor losses. ഈ ഒരു ക്വസ്റ്റ്യനില് നമുക്ക് പൈപ്പിലൂടെ വാട്ടർ കൺവേ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള മിനിമം ഡയമീറ്റർ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മളെടുത്ത് ഡാർസീസ് ഇക്വേഷൻ യൂസ് ചെയ്താണ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് ആദ്യം ഗിവൺ ഡാറ്റ ഒന്ന് എടുത്തെഴുതാം.
Length L is equal to 2 kilometer, which is equal to 2000 meter. Discharge Q is equal to 0.5 meter cube per second. Question തന്നിട്ടുണ്ട് maximum allowable loss of head due to friction is 25 meter ആണെന്ന് തന്നിട്ടുണ്ട്. That is HF is equal to 25 meter. F coefficient of friction is equal to 0.008. Okay. Circular pipes in the case friction കൊണ്ടുള്ള head loss നുള്ള equation ആണ് HF is equal to 4FL V square by 2GD. അതുപോലെ സർക്കുലർ പൈപ്സിന്റെ കേസിൽ ഡിസ്ചാർജിന്റെ ടേമിൽ നമുക്ക് ഹെഡ് ലോസ് കാണുന്നതിനുള്ള ഒരു എക്സ്പ്രഷൻ ഉണ്ട്. ദാറ്റ് ഈസ് HF is equal to FL Q square by 3D raised to 5. നോക്കൂ, ഇവിടെ ക്വസ്റ്റ്യനിൽ നമുക്ക് ഡിസ്ചാർജ് തന്നിട്ടുണ്ടല്ലോ. സോ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. ഈ ഇക്വേഷനിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. HF 25 which is equal to F is equal to 0.008 into L 2000 into Q square 0.5 square divided by 3 into D raised to 5. D എന്നുള്ള ഡയമീറ്റർ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് അല്ലേ. Then from this D raised to 5 is equal to 0.053. From this D is equal to 0.556 meter എന്ന് കിട്ടുന്നു. Okay. So we can write minimum diameter of pipe required is 560 mm. ഇവിടെ 0.556 meter ആണ്. So നമ്മൾ റൗണ്ട് ചെയ്തെടുക്കുന്നത് 0.56 meter എന്നാണ്. അങ്ങനെയാണ് നമുക്ക് 560 mm എന്ന് കിട്ടുന്നത്. Fourth question. Two reservoirs are connected by a straight pipe 1 kilometer long of 200 mm diameter. The water levels in two tanks differ by 20 meter. Determine the discharge neglecting minor losses. Assume F is equal to 0.001. ഈ ക്വസ്റ്റ്യനിൽ നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട്. രണ്ട് റിസർവോയറുകളെ ഒരു സ്ട്രൈറ്റ് പൈപ്പ് വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ പൈപ്പിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 1 കിലോമീറ്റർ ആണ്. ദാറ്റ് ഈസ് 1000 മീറ്റർ ആണ്. ഈ പൈപ്പിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 200 mm ആണ്. ദാറ്റ് ഈസ് 0.2 മീറ്റർ ആണ്. രണ്ട് റിസർവോയറുകളും തമ്മിലുള്ള വാട്ടർ ലെവലുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ് 20 മീറ്റർ. ദാറ്റ് ഈസ് ദി ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പൈപ്പിലൂടെയുള്ള ഡിസ്ചാർജ് ആണ്. ഓക്കെ, ഗിവൺ ഡാറ്റ ലെങ്ത് L is equal to 1000 meter, diameter D is equal to 0.2 meter, HF is equal to 20 meter, F is equal to ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് coefficient of friction F is equal to 0.01. ക്വസ്റ്റ്യനിൽ നമുക്ക് ഡിസ്ചാർജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഹെഡ് ലോസ് ഡിസ്ചാർജിന്റെ ടേമിലുള്ള ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. Then we can write HF is equal to FL Q square divided by 3D raised to 5. HF 20 substitute ചെയ്യുന്നു, which is equal to F 0.01 into L 1000 into Q square. Q ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. Divided by 3 into diameter 0.2 ആണ്, 0.2 raised to 5. From this Q square is equal to 0.0192 and taking root Q is equal to 0.13856 meter cube per second. Liter per second ലോട്ട് ആക്കണമെങ്കിൽ ഇതിനെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. Then we are obtaining 138.56 liters per second. Last question for you. Water is flowing through a pipe 1.5 kilometer long and 1 meter diameter with a velocity of 1 meter per second. Find the head loss due to friction using Chassis formula and take C equal to 64. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ഹെഡ് ലോസ് കണ്ടുപിടിക്കേണ്ടത് ചെസീസ് ഫോർമുല യൂസ് ചെയ്തിട്ടാണ്. ചെസീസ് ഫോർമുലയിലെ ചെസീസ് കോൺസ്റ്റന്റ് സിയുടെ വാല്യൂ 64 എന്ന് തന്നിട്ടുണ്ട്. സോ ഗിവൺ ഡാറ്റ എടുത്തെഴുതാം. L length is equal to 1.5 kilometer ആണ്. That is 1500 meter. Diameter is 1 meter. D is equal to 1 meter. Velocity V equal to 1 meter per second and Chassis constant C equal to 64. എന്താണ് ചെസീസ് ഫോർമുല? ചെസീസ് ഫോർമുല V is equal to C into root mi ആണ്. ഈ ഒരു എക്സ്പ്രഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ഹെഡ് ലോസ് കണ്ടുപിടിക്കണം. നമുക്കറിയാം I ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് I is equal to HF by L ആണ്. ഓക്കെ, ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോഴാണ് നമുക്ക് ഇതിൽ നിന്നും HF കണ്ടുപിടിക്കാൻ കഴിയുകയുള്ളൂ. ഓക്കെ, ഈ ഒരു ഇക്വേഷനെ നമ്മൾ സ്ക്വയർ ചെയ്യുന്നു. Then we are obtaining V square equal to C square mi. From this I is equal to V square divided by C square m.
ഐക്ക് ഇവിടെ ഒരു എക്സ്പ്രഷനും കിട്ടിയിട്ടുണ്ട്, ഇവിടെ ഒരു എക്സ്പ്രഷനും കിട്ടിയിട്ടുണ്ട്. രണ്ട് എക്സ്പ്രഷനും കൂടെ ഇക്വേറ്റ് ചെയ്യുന്നു. എച്ച് എഫ് ബൈ എൽ ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ സി സ്ക്വയർ ഇൻറ്റു എം. ഫ്രം ദിസ് എച്ച് എഫ് ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ഇൻറ്റു എൽ ഡിവൈഡഡ് ബൈ സി സ്ക്വയർ എം. ഓക്കെ, സോ ഈ ഒരു എക്സ്പ്രഷനിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെസീസ് ഫോർമുല വഴി ഹെഡ് ലോസ് കണ്ടുപിടിക്കാം. കാരണം നമ്മളിവിടെ ചെസീസ് ഫോർമുല യൂസ് ചെയ്തിട്ടാണ് എച്ച് എഫിനുള്ള എക്സ്പ്രഷൻ കണ്ടെത്തിയിട്ടുള്ളത്. ഓക്കെ, ചെസീസ് ഫോർമുലയിലുള്ള എം എന്ന് പറയുന്നത് ഹൈഡ്രോളിക് മെയിൻ റേഡിയസ് ആണ്. ഫോർ സർക്കുലർ പൈപ്സ് ഹൈഡ്രോളിക് മെയിൻ റേഡിയസ് ഓർ ഹൈഡ്രോളിക് മെയിൻ ഡെപ്ത് is equal to diameter divided by 4 ആയിരിക്കും. Here diameter is 1 meter, then which is equal to 1 by 4, which is equal to 0.25 meter. Then we can substitute in the expression HF, which is equal to velocity square, that is 1 square into length, that is 1500 divided by c square, that is 64 square into m. M is equal to 0.25 ആണ് into 0.25. Then HF is equal to, we are obtaining 1.464 meter. So through this video we have discussed 5 problems. 5 problems on Darcy-Weisbach equation and Chezy formula. These problems are important in exam point of view. So please go through this. Okay, thank you.